കൺട്രോൾ റൂം വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എന്തൊക്കെ പിടിച്ച് നിർത്തണം. അങ്ങനെ അന്ന് രാത്രി മൊത്തത്തിൽ അടിച്ചു പൊളിച്ച് ശരിക്കും വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീച്ചേരം അനക്ക് തന്ന ബൈക്ക് ട്രാഫിൻ്റെ സ്പീഡ് 1200 ഈ വണ്ടിയും അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. പക്ഷേ GT ഓടിച്ചോണ്ടോ അറിയില്ല, എനിക്ക് അങ്ങനെ വലിയൊരു മാറ്റവും ഇതും GT തമ്മിൽ തോന്നിയില്ല. അങ്ങനെ ആടുന്ന് നേരെ വിട്ടത് ഒരു ഡെസേർട്ടിലേക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ അന്ന് റൈഡ് കൊണ്ട് അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ ഇനി ബൈക്ക് റൈഡ് ഇല്ല, പക്ഷെ പകരം നമ്മൾ വേറെ 1-2 സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ നമ്മളെ കൂട്ടിപ്പോയത് ദുബായ് ഫ്രെയിമിലേക്ക്. ഇതിലേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. പിന്നെ ഈ ഫ്രെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് വരുന്നത് പഴയ ദുബായും ഇപ്പുറത്തെ ഭാഗത്ത് വരുന്നത് പുതിയ ദുബായും. അങ്ങനെ അതെല്ലാം കണ്ട് ഇന്നലെ അന്ന് റൈഡ് കൊണ്ട് അവർ പറയുന്നത് നമുക്കൊരു പ്രസ് മീറ്റ് ഉണ്ട്. ഷിപ്പിലെല്ലാം പ്രസ് മീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം ഒരു 15 ചാനലുകാർ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പൊങ്ങലെല്ലാം ആയി. മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാലാണ് ഇയാളൊക്കെ നല്ലൊരു അടിപൊളി ഡാൻസ്. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള 2 ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓർക്കാണെങ്കിൽ 1 മിനിറ്റ് പോലും കറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇയാളെ സമ്മതിക്കണം, ഇയാൾ അരമണിക്കൂറോളം കറങ്ങിനു. അങ്ങനെ ആട് നമ്മൾ നേരെ വിട്ടത് ഡെസേർട്ട് സഫാരിയിലേക്കാണ്. നമ്മളെ വണ്ടി എടുക്കുന്നതാണെങ്കിൽ നമ്മളെ അയൽരാജ്യക്കാരനായ പാകിസ്ഥാൻകാരനാണ്. ഈടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യർ, അത്രയേ ഉള്ളൂ. ഞാൻ ശരിക്കും വിചാരിച്ചത് മണലിലെ കൂടി പോകുമ്പോൾ വലിയ ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓഫ് റോഡ് പോകുന്ന പോലെ തന്നെയാണ് ഇതും. ഈടെ നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ എക്സ്ട്രാ ലൈസൻസ് എല്ലാം വേണം. അങ്ങനെ ഇവർ നമ്മളൊരു സ്ഥലത്തോണ്ട് പോയി നിർത്തി. അപ്പം ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.